ഞാൻ കാണിക്കുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് വെച്ചിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. സ്കിൻ കെയർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്കൂൾ കുട്ടികൾക്ക്, കോളേജ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ സ്കൂളിൽ മേക്കപ്പ് ഇടാൻ അലൗഡ് ആണെങ്കിൽ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള സ്ക്രീനിലോട്ട് ലോങ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചതിന് കാരണം ഇതിന് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ പറ്റുന്നില്ലേ. അപ്പോൾ നമുക്ക് മേക്കപ്പിലോട്ട് പോകാം. ഫസ്റ്റ് സ്കിൻ കെയർ ആണ്. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ പ്രോഡക്റ്റ് ആണ്. ഡോക്ടർ ഷെത്തിന്റെ വിറ്റാമിൻ സി മോയ്സ്ചറൈസർ ആണ്, ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. ഇതിന്റെ പ്രൈസ് 99 ആയിരുന്നു. അപ്പോൾ ഇതിന് ഒരുപാട് വേറെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം പോൺസിന്റെ ഒക്കെ മോയ്സ്ചറൈസർ, നിവിയയുടെ മോയ്സ്ചറൈസർ, അങ്ങനെ ലാക്ടോകലാമിൻ, അങ്ങനെ അഫോർഡബിൾ റേഞ്ചിൽ വേറെ മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്. ഞാൻ ഈ പ്രോഡക്ട്സ് കാണിക്കുന്ന സ്കിൻ കെയർ എല്ലാം കൂടെ ചെയ്തിട്ട് 1500 മാക്സിമം ആവത്തുള്ളൂ. 1500 മാക്സിമം എമൗണ്ടാണ്. MRP വെച്ച് നോക്കുമ്പോഴത്തേക്കും കണക്കാക്കുന്ന എമൗണ്ട് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഓഫീസിൽ ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ അവൈലബിൾ ആയിരിക്കും ഈ പ്രോഡക്റ്റ്. കൃത്യം MRP കൊടുക്കണ്ട. അപ്പൊ അതുകൊണ്ട് 1500 എന്നുള്ളത് ഞാനൊരു റൗണ്ട് എമൗണ്ട് പറഞ്ഞാൽ കറക്റ്റ് എത്ര വരുമെന്ന് ഇപ്പൊ നൈക്കയും പർപ്പിളും മാത്രം നോക്കിയിട്ട് എത്ര എമൗണ്ട് വരും എന്നുള്ളത് ഞാൻ വീഡിയോയിൽ പിന്നെ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇതിന് പകരമുള്ള മോയ്സ്ചറൈസേഴ്സ് ഞാൻ വേറെ ഉള്ളത് ആഡ് ചെയ്തിട്ടുണ്ടാവും, 100-നകത്ത് വരുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അതിന്റെ ക്ലീൻ ഫേസ് ആണ്. ഇതിനകത്ത് വേറെ ഒരു മേക്കപ്പോ സ്കിൻ കെയറോ ഒന്നും ചെയ്തിട്ടില്ല. അതിന് കുറച്ച് എമൗണ്ട് എടുക്കുന്നുണ്ട് മോയ്സ്ചറൈസർ. വരുന്നില്ല, ഞാനൊരു ഇത്ര എമൗണ്ട് ഒക്കെ എടുക്കുന്നുണ്ട്. നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിൽ നെക്കിലും അപ്ലൈ ചെയ്യണം. അപ്പൊ നെക്കിൽ ഇത് കുറച്ചേ കാണുന്നുള്ളൂ. നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിച്ചു കൊടുക്കുക. എത്രത്തോളം സ്കിൻ ഹൈഡ്രേറ്റ് ആകുമോ അത്രത്തോളം നമ്മുടെ മേക്കപ്പ് നന്നായിട്ട് കാണിക്കും. ആകാണ്ടും ഒരു ഹെൽത്തി ആയിട്ടൊക്കെ കാണിക്കണമെങ്കിൽ നമ്മുടെ സ്കിൻ അത്രയും നന്നായിരിക്കണം. ഞാൻ നെക്കിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്യുന്നവരെയും കൂടെ ഉദ്ദേശിച്ചാണ് ഈ പ്രൊഡക്റ്റുകളൊക്കെ കാണിക്കുന്നത് പറയുന്നതും. അപ്പോൾ പറയാനുള്ളത്, ഓരോ സ്കിൻ കെയർ കഴിഞ്ഞിട്ട് എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്യണം, നമുക്ക് ഉടനെ അടുത്ത് അപ്ലൈ ചെയ്യാം എന്നൊക്കെ ഡൗട്ടാണ്. ഇതൊന്ന് അബ്സോർബ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു മിനിറ്റ്, മാക്സിമം 1 മിനിറ്റ്, അത്രയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് അബ്സോർബ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. എന്തായാലും നന്നായിട്ട് അബ്സോർബ് ആയതിനു ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോയാൽ മതി. നമുക്ക് സൺസ്ക്രീൻ ഇടണം. സൺസ്ക്രീൻ മസ്റ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ഓണ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും നമ്മൾ അകത്തിരിക്കാനല്ലോ പോകുന്നത്, നമ്മൾ എൻജോയ് ചെയ്യാനല്ലേ പോകുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ലാക്മേയുടെ സൺസ്ക്രീൻ ആണ്. ലാക്മേ 95 സ്കിൻ പെർഫെക്റ്റ് കളക്ഷൻ സൺ എക്സ്പെർട്ട് സൂപ്പർ മാറ്റ് സൺസ്ക്രീൻ ലോഷൻ ആണ്. SPF 50 ഉണ്ട്. ഇതിന്റെ പ്രൈസ് 110 ആണ്, അതായത് 110 രൂപ. അപ്പൊ ഇത് ആണ് ഞാൻ അഫോർഡബിൾ റേഞ്ചിൽ വിശ്വസിക്കാൻ പറ്റിയൊരു ബ്രാൻഡിൽ ഒരു സൺസ്ക്രീൻ കണ്ടത്. വേറെ സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്, ബട്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് വിശ്വസിക്കുന്നത് ലാക്മയാണ് ആ കണ്ട ബ്രാൻഡിനെക്കാളും. അപ്പൊ നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഫിംഗർ റോൾസ് ഒന്നും പറയുന്നില്ല. നന്നായിട്ട് ഒരു ഫുൾ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഇട്ടിട്ടുണ്ടാകണം. കാരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കൈയുടെ വലിപ്പം വ്യത്യാസമാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ട്യൂബിന്റെ ആ നോസിലിന്റെ വലിപ്പം വ്യത്യാസമാണ്. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ആ ഒരു 3 ഫിംഗർ 2 ഫിംഗർ റോൾ യൂസ് ചെയ്യുന്നത് യൂണിവേഴ്സൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സോ ഇങ്ങനെ മനസ്സിലായില്ല. ഇപ്പൊ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ ഞാൻ ഇടുന്നുണ്ട്, അതുപോലെ ഇട്ടിട്ടുണ്ടാകണം. ഇതിനകത്ത് വൈറ്റ് കാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഏകദേശം ശരിയാവും. ഞാൻ ഇതിന് മുമ്പ് ഒരു വട്ടം ട്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്ന് ഫീൽ ചെയ്തു. ലാക്മേയുടെ സൺസ്ക്രീൻ എനിക്ക് പുതിയ വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ നാളിന് ശേഷം ഞാൻ വീണ്ടും ലാക്മേ യൂസ് ചെയ്ത് നോക്കുന്നത്. ഞാൻ റിവ്യൂവിന് വേണ്ടി വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അപ്ലൈ ചെയ്തിട്ട് വലിയ കുഴപ്പമില്ല. സൺ പ്രൊട്ടക്ഷൻ എത്ര ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ടില്ല, പക്ഷെ എനിക്ക് സൺ പ്രൊട്ടക്ഷൻ കിട്ടും എന്നൊരു വിശ്വാസം. ഒരു വൈറ്റ് കാസ്റ്റ് ഇപ്പം നിൽക്കുന്നുണ്ട്. നമുക്കത് അവിടെ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് ലിപ് ബാം അപ്ലൈ ചെയ്യാം. ലിപ് ബാമിൽ എടുത്തിരിക്കുന്നത് മാർസിന്റെ ലിപ് ബാം ആണ്. ഇതിന്റെ പ്രൈസ് 80 അങ്ങനെ എന്തായിരുന്നു. പ്ലെയിൻ ആണ് കേട്ടോ. അപ്പൊ ലിപ് ബാം മസ്റ്റ് ആണ്. നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ലിപ് ബാം നമ്മൾ ഇട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ചുണ്ട് പൊട്ടിയിട്ട് ബാക്കി നമ്മൾ എന്ത് ചെയ്തിട്ട് ചുണ്ട് ഇങ്ങനെ പൊട്ടി പറഞ്ഞിരുന്നാൽ ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ലിപ് ബാം ഇടുക. ഇതൊരു ടിൻഡ് വരുന്നുണ്ട് കേട്ടോ. അതെനിക്കറിയാം. ഞാനൊരു ലിപ് ബാം പ്ലെയിൻ കണ്ടോ നോക്കിയാൽ വൈറ്റ് മാറി പിങ്ക് ആയി തുടങ്ങിയത്. ഏറ്റവും നോക്കിയാലോ എന്റെ ലിപ്പ് കണ്ടോ. അപ്പൊ ലിപ്സ്റ്റിക് ഇല്ലാത്തവർക്ക് ഇത് റീപ്ലേസ് ചെയ്യാൻ പറ്റും കേട്ടോ. കുറച്ചല്ല, ലിപ്സ്റ്റിക് ഇല്ല നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ലിപ് ബാം യൂസ് ചെയ്താലും മതിയാവും ഈ കളർ വരുന്ന. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഫേസിൽ ഒരു ഈവൻ ലുക്ക് തരിക എന്നുള്ളതാണ്. അപ്പൊ ഈവൻ ലുക്ക് തരിക എന്ന് പറയുമ്പോഴത്തേക്കും ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യണമെന്നില്ല. കാരണം ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ എല്ലാം തന്നെ സാമാന്യം പ്രൈസ് ഉള്ളതാണ്. ഒരു 500 ആ റേഞ്ചൊക്കെ വരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ആദ്യമായിട്ട് നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട്
ഒരു മുടി ആദ്യമായിട്ട് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഫുൾ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഒരു മടി ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് എവിടെയൊക്കെ കുറച്ച് പിഗ്മെന്റേഷൻ കാണുന്നുണ്ടോ അവിടെയൊക്കെ നമ്മുടെ സ്കിന്നിലോട്ട് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന് പറ്റിയിട്ടുള്ളത് കൺസിലർ യൂസ് ചെയ്യുന്നതാണ്. കൺസിലർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കൺസിലർ നമ്മൾ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ കാര്യമില്ല, നമ്മൾ ഫംഗ്ഷൻ യൂസ് ചെയ്യുമല്ലേ. അപ്പോൾ അഫോർഡബിൾ റേഞ്ചിലെ ലോങ് ലാസ്റ്റിംഗ് കൺസിലേഴ്സ് ഓയിലി സ്കിൻ എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് കഫ്സ് ആൻഡ് ലാഷസിന്റെ ഈ കൺസിലറാണ്. ലാഷസിന്റെ കവർ ടോൾ കൺസീലർ ആണ്. പിന്നെ ഇത് ഇൻസൈഡിന്റെ HD കൺസീലർ, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതും 200 റേഞ്ച് വരുന്നതാണ് ഇവർ രണ്ടുപേരും. നിങ്ങളുടെ ഓയിലി സ്കിൻ അല്ല, ഡ്രൈ ടു നോർമൽ സ്കിൻ ആണെങ്കിൽ 6 കൺസീലർ ഇല്ല, അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഇത് പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇത് ഒരുപാട് ഇടുന്നില്ല. ഈ ഭാഗത്തിൽ ഈ കണ്ണിന്റെ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ ഇങ്ങോട്ടും 2 കുത്തിട്ട് കൊടുക്കാം. ദെൻ ഈ നോസിന്റെ മണ്ടയിൽ എനിക്കൊരു ഡാർക്ക്നെസ് ഉണ്ട്, അതുകൊണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഈ നോസിന്റെ 2 കോർണറിലും അവിടെ നമുക്ക് മടക്കുള്ളതുകൊണ്ട് അവിടെ ഒരു ചെറിയ പിഗ്മെന്റേഷൻ കാണാം ആ ഭാഗത്ത്. പിന്നെ നമ്മുടെ ഈ ലിപ്പിന് ചുറ്റുമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കവിളിൽ എന്തെങ്കിലും പാടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ചെറുതായിട്ട് അപ്ലൈ ചെയ്യാം. അവിടെ നമുക്ക് വേണമെങ്കിൽ സ്കിപ്പും ചെയ്യാം, അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓരോന്നിലായിട്ട് ഇടേണ്ട അത്രയും കവറേജ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 2-3 കുത്തിട്ട് കൊടുക്കുക, അതവിടെ വെച്ചേക്കുക. നമുക്ക് കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്, മനസ്സിലായോ? കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും, വലിയ പാടൊന്നുമില്ല. അപ്പൊ ഞാൻ ഈസി പണിക്ക് വേണ്ടിയിട്ട് ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്നത് ഈസിയാണ്. അപ്പോൾ കൈ വെച്ച് ചെയ്യാം, ഞാൻ ഈസി പണിക്ക് ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ബ്രഷ് ഇല്ലാത്തവർക്ക് കൈ വെച്ച് സുഖമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ബ്യൂട്ടി ബ്ലെൻഡറും ഒക്കെ നമുക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതൊരു കുഞ്ഞ് കവറേജ് തരത്തുള്ളൂ. നമ്മൾ ആദ്യമായിട്ട് മേക്കപ്പ് ഇടുമ്പോഴത്തേക്കും ഒരുപാട് ഓവർ ലുക്കായിട്ട് നമുക്ക് സ്വയം ഫീൽ ചെയ്യാതെ നമുക്കൊരു കംഫർട്ടബിൾ ആക്കിക്കൊണ്ട് നമുക്ക് അത്യാവശ്യം മേക്കപ്പ് ഇടാൻ പറ്റുന്നതാണ്. കണ്ടോ, എന്റെ പാടുകൾ മറച്ചിട്ടുണ്ടെന്നാൽ അത് കംപ്ലീറ്റ്ലി മറച്ചിട്ട് ഒരു ഫുൾ ഈവൻ സ്കിൻ ടോൺ ഒരു ഫുൾ ലുക്കിലോട്ട് പോയിട്ടില്ല. നമ്മളിപ്പോ ഇങ്ങനെ മിനിമലായിട്ട് നമുക്ക് ആദ്യം ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു പതർച്ചയില്ലേ, അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആണ്. വളരെ കുറച്ച് പ്രൊഡക്റ്റ് വെച്ചിട്ട് അത്യാവശ്യത്തിനൊന്ന് മറച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ട നമ്മൾ കുറച്ച് കളേഴ്സ് ആണ്. നമ്മുടെ ഫേസ് ഒരൊറ്റ കളർ അല്ലല്ലോ നോർമൽ. അപ്പൊ നമുക്ക് ചീക്കിൽ കുറച്ച് പിങ്ക് ഒക്കെ ഇട്ട് കൊടുക്കാം, കളർ ഇട്ട് കൊടുക്കാം. ഇവിടെയൊക്കെ കുറച്ച് ഷാഡോസ് ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇവിടെ കുറച്ച് പിങ്ക് ഇട്ട് കൊടുക്കാം. പിങ്ക് കളർ പ്രിഫർ ചെയ്യുന്നില്ല, പകരം ഈ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, എൻബൈബയുടെ പ്രോഡക്റ്റ് ആണ്, 5-in-1 ലിപ്സ്റ്റിക് ആണ്. അപ്പൊ നമുക്ക് ഇതിൽ കുറെ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിൽ കുറച്ചെടുത്തിട്ട് ഈ കൈയുടെ ബാക്കിൽ എടുക്കുന്നുണ്ട്. നമ്മൾ ഡയറക്റ്റ് കൊടുത്തിട്ട് പണി കിട്ടിയാലോ. അപ്പൊ കൈയുടെ ബാക്കിൽ കുറച്ചെടുക്കുക, ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുക. അതിന് നമുക്ക് ആവശ്യം നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇപ്പൊ കുറച്ച് വരുന്നുള്ളൂ. ക്യാമറയിൽ പോലും ചിലപ്പോൾ നോട്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ട് ഭാഗ്യം. അപ്പോൾ കുറച്ചിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇട്ടിട്ടുമുണ്ട്, ഓവർ ആയിട്ടുമില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുക, ഒരു വട്ടം ഇട്ട് കൊടുക്കുക. അതിൽ നിന്ന് എത്ര കിട്ടുമോ അത് മാത്രം നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ബാക്കി നമ്മൾ തുടച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സിലോട്ട് ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും ഡ്രസ്സിലോട്ട് അയക്കളയും. അത് എപ്പോഴും ശ്രദ്ധിക്കണം. കൈയുടെ പകരം എന്തെടുത്താലും നമ്മൾ പെട്ടെന്ന് ഇവിടെ തുടയ്ക്കുക. എനിക്കിങ്ങനെ ഇടയ്ക്ക് പണി കിട്ടാറുണ്ട് എന്നിട്ടും അത് പറയുന്നത്. പിന്നെ ഇതിലെനിക്ക് ഒരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്, കണ്ടോ. ഈ ബ്രൗൺ ഷെയ്ഡ് എടുക്കണമെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. നമുക്ക് ആ ബ്രൗൺ ഷെയ്ഡ് എടുക്കാം. കണ്ടോ, ബ്രൗൺ ഷെയ്ഡ്. ഈ ബ്രൗൺ ഷെയ്ഡ് വെച്ച് ഞാൻ ജസ്റ്റ് നോസ് ഒന്ന് കോണ്ടൂർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ നോസിന് ഇങ്ങനെ ഒരു ഷേപ്പ് വേണമല്ലോ, ആ ഷേപ്പ് കൊടുക്കാൻ വേണ്ടി നോക്കുന്നതാണ്. പക്ഷെ അത് ഭയങ്കര നെസസറി അല്ല. എന്റെ നോസ് ചെറുതായതുകൊണ്ട് അത് കൊടുത്തേ പറ്റും, അല്ലെങ്കിൽ എന്റെ നോസ് അവിടെ ഉണ്ടെന്ന് ഞാൻ പറയേണ്ടി വരും. ഇത് കണ്ട് അവർക്ക് നോസ് ഉള്ള കാര്യം അറിയാൻ ഭയങ്കര പാടാണ്. അപ്പൊ നമുക്ക് ഫോട്ടോസിലൊന്നും ലുക്ക് കാണത്തില്ല. ഫോട്ടോ എടുക്കാൻ നമ്മൾ കുറച്ച് ഫോട്ടോ എടുക്കണമല്ലോ നമുക്ക്. അപ്പൊ അതിലൊക്കെ ലുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് ഷാർപ്പ് ചെയ്ത് വെക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. അപ്പം നമുക്ക് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ വരെ നമുക്ക് തുടച്ചെടുത്താൽ മതി. കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൈ കൊണ്ട് നമുക്ക് വേണ്ടതൊക്കെ തുടച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കൂടെ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. അതായത് നമ്മുടെ ഈ ഭാഗമില്ലേ, ഈ ചെവിയുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, പിരികത്തിന്റെ കോർണറിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കാം. അത് നമുക്ക് കൈ വെച്ച് തന്നെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കാം.
കണ്ടോ നമ്മുടെ പിരിക എൻഡ് ചെയ്യുന്ന ഈ ഭാഗത്തിന്റെ കോർണർ ഈ ചെവിയിൽ എവിടെ നിന്ന് ഒരു ഇഞ്ചൊക്കെ മുകളിലോട്ടായിട്ട് നമ്മളിങ്ങനെ അതും ബ്ലെൻഡ് ചെയ്ത് താഴോട്ട് കൊടുക്കുക. മനസ്സിലായില്ലേ? ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിൽ അത് ഡയഗണലി അങ്ങ് പോവുക. പിന്നെ നമുക്ക് നെറ്റ് വലുതായിട്ട് തോന്നുന്നെങ്കിൽ അവിടെയും കുറച്ച് കൊടുക്കാം. ഇവിടെ ഈ ജോ ലൈൻസ് ഒന്ന് ഷാർപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഞാൻ അപ്പോൾ അത്രയും ഓവർ ആക്കുന്നില്ല. നമുക്ക് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ഓവർ ആക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ ഒരു കൺസെപ്റ്റിൽ ഞാനപ്പോൾ ഇതിവിടെ വെച്ച് നടത്തുന്നു. ഇനി നമ്മൾ അപ്ലൈ ചെയ്ത പ്രൊഡക്റ്റുകളെല്ലാം ക്രീംസ് ആണ്, ക്രീം ഫോമിലൊക്കെയാണ് ഇരിക്കുന്നത്. എസ്പെഷ്യലി നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തത് ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക്കിനോട് ക്രീമി ഫോമിലാണുള്ളത്. അപ്പോൾ അത് നമ്മൾ ഓയിലി സ്കിന്നിലാകുമ്പോഴത്തേക്ക് പെട്ടെന്നും അല്ലാണ്ട് ബാക്കിയുള്ള സ്കിന്നിലായാലും അതിങ്ങനെ മങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് അവിടെ ഉറപ്പിച്ച് വെക്കണം. ഉറപ്പിച്ച് വെക്കാൻ നമുക്ക് സെറ്റിംഗ് സ്പ്രേ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം എന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളൊരു ബിഗിനർ ആകുമ്പോഴത്തേക്ക് നമുക്ക് പറ്റിയത് ഒരു കോമ്പാക്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ലൂസ് പൗഡർ യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ലൂസ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ കോമ്പാക്ട് യൂസ് ചെയ്യുക. ഒരു നല്ല ക്വാളിറ്റി കോമ്പാക്ട് ഏതായാലും മതിയാവും. അത് ഞാൻ സജസ്റ്റ് ചെയ്യും. അതിൻ്റെ ഒരു കോമ്പാക്ട് ഉണ്ട്, ഒരു 200 ആ റേഞ്ച് വരുന്നത്. എനിക്ക് ഈ കോമ്പാക്ട് ഇഷ്ടമായിട്ടുണ്ട്. അത് ഏത് ബ്രാൻഡിന്റെ ആണ് നമുക്ക് എടുക്കാവുന്നതാണ്. ഇത്തിരി ഫൈൻ പൗഡർ ആയിരിക്കണം, അത്രേ ഉള്ളൂ. ഫൈൻ പൗഡർ അല്ലെങ്കിൽ അത് സെറ്റ് ചെയ്ത് കിട്ടാനുള്ള കാര്യം ഇത്തിരി ഡിഫിക്കൽട്ട് ആണ്. അപ്പോൾ അതെടുക്കുക. പൗഡർ വെച്ച് സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ അങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നു, ഓയിലി ആയിരിക്കുന്നു, സ്വെറ്റ് ആയിരിക്കുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഡാബ് ചെയ്ത് ഒന്ന് എടുക്കുക. ഓക്കെ, ഡാബ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോമ്പാക്ട് എടുക്കാം. അതിലുള്ള തന്നെ പഫ് വെച്ച് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്ത് ഞാനിതിപ്പോൾ വേണോ അതിൽ തന്നെ പഫ് എടുക്കുക. അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് പോകുക. കണ്ടോ, ഇങ്ങനെ പ്രസ് ചെയ്യണം. വലിച്ചിങ്ങനെ നിരക്കണ്ട, എങ്കിൽ നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റുകൾ ചിലപ്പോൾ നിരങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ പ്രസ് ചെയ്ത് പോകുക. കണ്ടോ? അപ്പോൾ നിങ്ങളുടെ സ്കിൻ ഓയിലി ആകുന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിൽ കുറച്ചുകൂടെ എക്സ്ട്രാ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മീൻസ് എന്റെ ടി സോൺ പെട്ടെന്ന് ഓയിലി ആകുന്നുണ്ട്. ടി സോൺ മീൻസ് ഇത്, സി സോൺ മീൻസ് ഇത്. കണ്ടോ, ഈ ഭാഗം. അപ്പോൾ ഓയിലി സ്കിന്നെല്ലാം ഓയിലി ആകും. കോമ്പിനേഷൻ എങ്കിൽ ഈ ഭാഗം ഒക്കെ ഓയിലി ആകും. അപ്പൊ നമുക്ക് എവിടെയാണ് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഓയിലി ആകുന്ന ആ ഭാഗം ഒന്ന് ശക്തമായിട്ടും ബലമായിട്ടും അല്ല വരുന്നത്. ഒരുപാട് ചെയ്യണ്ട, ഒരുപാട് ചെയ്താൽ കേക്കായി പോകും. ഒന്ന് കുറച്ചൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. മീൻസ് അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് മുക്കി തന്നെ പ്രസ് ചെയ്യുക. അതിന് ബാക്കി ഭാഗം ഇപ്പൊ നമുക്ക് ഓയിലി ആയില്ല എന്നുള്ളിടത്തൊക്കെ നമുക്ക് ഇതിലിങ്ങനെ ബാക്കി നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെ ബാക്കിയുണ്ടോ അത് വെച്ചിങ്ങനെ പ്രസ് ചെയ്ത് പോയാൽ മതി. പതുക്കെ ആണെന്നില്ല, നമുക്ക് സ്പീഡിലാണെങ്കിൽ ചെയ്യാം. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ സാധനം നെക്കിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വല്ലവന്റെ നെക്കല്ലല്ലോ, നമ്മുടെ നെക്കാണല്ലോ. അപ്പൊ നമ്മൾ അതിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു കാജൽ എടുക്കുക. ധാരാളം ബ്രാൻഡ്സിന്റെ അഫോർഡബിൾ കാജൽ അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് എൻവൈബയുടെ കാജലാണ്. റിട്രാക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാജലാണ്. കണ്ടോ, ഇങ്ങനെ വരുന്ന. അപ്പോൾ ഇതല്ല നിങ്ങളുടെ കയ്യിൽ മറ്റേ സ്റ്റിക്ക് ഫോം ആണ് ഉള്ളതെങ്കിൽ അതും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അല്ല നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കുക. ഇത് എൻവൈബയുടെ വാങ്ങിക്കാവുന്നതാണ്. ഇത് അഫോർഡബിൾ റേഞ്ചിൽ നന്നായിട്ട് പിഗ്മെന്റേഷൻ ഉള്ളതാണ്. അത് വെച്ച് നമ്മുടെ ഈ കണ്ണിന്റെ തിരിക്കാൻ വിട്ടുപോയി. കണ്ണിന്റെ ഇവിടെ ഈ ഭാഗത്ത് വരച്ചു കൊടുക്കുക. ഈ വാട്ടർ ലൈനിൽ ഈ ഭാഗം ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഓക്കെ, പിന്നെ ഇങ്ങനെ പിടിക്കുക. ആ മുകളിലെ ടൈറ്റ് ലൈൻ ഇല്ലേ, അവിടെ നമുക്ക് അപ്ലൈ ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി അതിങ്ങനെ ചരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ പോവുക. കണ്ണ് അടച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഓട്ടിച്ചാൽ മതി. അപ്പൊ അതുവഴി നടന്നിട്ട് പോയിട്ട് അവിടെ വരെയൊക്കെ ആയിക്കോളും. ആവശ്യമുള്ള പിഗ്മെന്റേഷൻ നമുക്ക് കിട്ടിക്കോളും. അപ്പൊ നമുക്ക് കണ്ണിന്റെ ഒരു ഡെഫിനേഷൻ കിട്ടി. ഈ ഐസും തമ്മിലൊരു ഡിഫറൻസ് കാണുന്നുണ്ടല്ലോ ഇല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ഐസും കൂടെ ചെയ്തിട്ട് ഞാൻ വരാം. അപ്പൊ രണ്ട് കണ്ണിലും നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നമുക്ക് ചെറുതായിട്ടൊരു സ്മോക്ക് ഐസ് കൊടുക്കാം. വളരെ ചെറുതായിട്ട്. നമ്മൾ ഒരുപാട് ആർഭാടമായിട്ട് ചെയ്യണമെന്നില്ല. അങ്ങനെ ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാം. അതിനെ പിടിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് ക്യാമറയിൽ നേരെ കാണാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ ഈ ലാഷിന്റെ റൂട്ടിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ആ ഭാഗം ഇല്ലേ, ആ ഭാഗം നമ്മൾ ഐലൈനർ വരയ്ക്കുന്ന ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കാജലിന്. പെർഫെക്റ്റ് നോക്കണ്ട, ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. നമുക്ക് സെയിം ഇപ്പുറത്തതിലും കൂടെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ വിരലെടുക്കുന്ന ഒക്കെ ടിഷ്യൂ പേപ്പർ തുടച്ചു കളഞ്ഞോളൂ. നമ്മുടെ ഡ്രസ്സിലെങ്ങാനും ആയാൽ കുളമാകും.
കാജൽ വെച്ചിട്ടുള്ള പരിപാടി നമുക്ക് ഇവിടെ നിർത്താം. ഇനി നമ്മുടെ കയ്യിൽ എന്തായാലും വേണ്ടുന്നൊരു ബ്രഷ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ആംഗുലർ ബ്രഷാണ്. അത് പല ഐഷാഡോ പാലറ്റിന്റെ കൂടെ നമുക്ക് ഫ്രീ കിട്ടലുണ്ട്. അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഈ ബ്രഷിന്റെ ഉപയോഗം നമുക്ക് പ്രിസൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തും. അതായത് ഐബ്രോ ഫിൽ ചെയ്യാം, അയൺ ചെയ്ത് കൊടുക്കാം, പിന്നെ നമുക്ക് നോസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കോണ്ടൂർ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ഒരു ബ്രഷ് എന്തായാലും വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് മാത്രമായിട്ടൊക്കെ കിട്ടില്ല. നമ്മള് കുഞ്ഞൊരു 100 ഉള്ള കുഞ്ഞു ബ്രഷ് സെറ്റ് വാങ്ങിക്കത്തില്ല, അതിന്റെ അകത്തൊക്കെ മിക്കവാറും ഒരു ആംഗുലർ ബ്രഷ് എന്തായാലും കാണും. ഈ ഷേപ്പ് വരുന്ന ബ്രഷ് കണ്ടോ, ഒരു ചരിവ് പിടിച്ചൊരു ബ്രഷ്, മെലിഞ്ഞ ബ്രഷ്. ഞാൻ എടുത്തിരിക്കുന്ന പാലറ്റ് സ്വിസ്ബിറ്റിയുടെ ഐഷാഡോ പാലറ്റ് ആണ്. 05 ആണ് സ്വിസ്ബിറ്റി അൾടൈം ഷാഡോ പാലറ്റ്. ഇതിന്റെ പ്രൈസ് 300 ആ റേഞ്ചൊക്കെയാണ് വരുന്നത്. നമുക്ക് മാൾസിന്റെ വാങ്ങിക്കാം, ഹിലാരി റോഡ പോലത്തെ ബ്രാൻഡുകൾ, അങ്ങനെ കുറെ അഫോർഡബിൾ ബ്രാൻഡുകൾ. ഈ ന്യൂട്രൽ പാലറ്റ്സ്, ഈ ബ്ലാക്ക് കൂടെ കിട്ടുന്നതും, പിന്നെ ഒരു ഈ ഷിമ്മർ ഷെയ്ഡ് അല്ലേ, ഈ ഇച്ചിരി തിളക്കമുള്ള ഷെയ്ഡ്, അത് ലൈറ്റ് വെർഷനിൽ കിട്ടുന്നേക്കായിട്ടുള്ള ഒരു പാലറ്റ് നമ്മൾ ഒപ്പിക്കുക. അപ്പൊ ഇതെല്ലാം ചേർത്തിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, എന്റെ 1500 അപ്പോ ഇതിന്റെ ആൾട്ടർനേറ്റീവ്സ് ഞാൻ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഇടാം. ഒരു 300-നകത്ത് ഇരിക്കുന്ന പാലറ്റ്. ഞാനിത് നോക്കുമ്പോഴത്തേക്ക് MRP 325 എന്തോ ആണ്. പക്ഷെ എല്ലാ സൈറ്റിന്റെ അകത്ത് ഓഫേഴ്സിന് അവൈലബിളും ആണ്. അപ്പൊ അതുകൊണ്ടത് വലിയൊരു പ്രശ്നമല്ല. പിന്നെ വേറെ ബ്രാൻഡ്സിന് ഇതുപോലത്തെ ന്യൂട്രൽ പാലറ്റ്സുകൾ അവൈലബിൾ ആണ്. സോ ഡോണ്ട് വറി. നമുക്ക് ഈ ബ്ലാക്ക് ഷെയ്ഡ് എടുക്കുക. ഐബ്രോ ഫിൽ ചെയ്യണമല്ലോ, എടുത്തിട്ട് ആവശ്യമില്ലാതെ തട്ടിക്കളയുക. നമുക്ക് ഐബ്രോ കോംബ് ചെയ്യാനുള്ള സാധനമില്ലെങ്കിൽ നമുക്ക് വിരൽ വെച്ച് ജസ്റ്റ് ഇങ്ങനെ മുകളിലോട്ടാക്കി കൊടുക്കാം. പിന്നെ ഈ താഴ്ഭാഗത്തുനിന്ന് ഫില്ല് ചെയ്ത് പോവുക. താഴ്ഭാഗത്തുനിന്ന് വരച്ച് മുകളിലോട്ട് പോയിട്ട് ഫില്ല് ചെയ്തെടുക്കുക. അപ്പൊ നമ്മള് ഇത് യൂസ് ചെയ്യണതിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ മീൻസ് ഒരു ഡാർക്ക് ഷെയ്ഡ് ഐബ്രോയിൽ യൂസ് ചെയ്യണം. കാരണം നമ്മുടെ സ്മോക്കി ഐസ് ചെയ്യുമ്പോഴത്തേക്കും അതിനേക്കാൾ ലൈറ്റ് ആയിട്ട് നമ്മുടെ ഐബ്രോ വന്നാല് ഭംഗി ഉണ്ടാകത്തില്ല. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകണം. ഐബ്രോ എങ്ങനെ ഫില്ല് ചെയ്യണമെന്നുള്ള വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു രീതിയിൽ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുവാണ് ഞാൻ. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ബാക്കി എന്തുകൊണ്ട് അതും കൊണ്ട് ഈ ഫ്രണ്ടിലോട്ട് വരാവോ. ഈ ഫ്രണ്ടിൽ ആദ്യം നമ്മൾ ഫില്ല് ചെയ്യാൻ നിൽക്കരുത്. കാരണം അവിടെ നാച്ചുറൽ ആയിട്ട് ഈ ഫ്രണ്ടിൽ ഹെയർ കുറവാണ്. നമുക്ക് നാച്ചുറൽ ഉള്ള ഫീച്ചേഴ്സ് നമ്മൾ ഫോളോ ചെയ്യണം എല്ലാം ചെയ്യാനായിട്ട്. ഇങ്ങോട്ട് ഡാർക്ക് ആക്കാം കേട്ടോ. ഇങ്ങോട്ട് ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് ഡാർക്ക് ആകാം, പക്ഷെ ഫ്രണ്ടിൽ ഒരിക്കലും ഡാർക്ക് ആക്കരുത്. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പുറത്തെ ഐബ്രോ കൂടെ ചെയ്തിട്ട് വരാം. അപ്പൊ ഐബ്രോ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെയിം വെച്ച് തന്നെ ഈ ബ്ലാക്ക് വെച്ച് നമുക്ക് ഐലൈനിന്റെ അവിടെ വരച്ചു കൊടുക്കാവുന്നതാണ്. അതിനൊപ്പം നമ്മൾ വരച്ച ഈ സാധനമില്ലേ, ഓൾറെഡി ഇട്ട ഐഷാഡോ നമ്മുടെ ഈ കാജല്, അതൊന്നും സെറ്റായാൽ നോക്കണം. അത് സെറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഐഷാഡോ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഐഷാഡോ ഒരുപാട് നമുക്ക് ആ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള നല്ലൊരു സ്മോക്കി ഐസ് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കോമ്പാക്ട് ഇല്ലേ അതെടുക്കുക. എന്റെ കൊച്ചിന് കുഞ്ഞുള്ള പിരികൊക്കെ വരച്ചിട്ട് പൗഡർ ഇട്ട് കൊടുക്കത്തില്ല, അതുപോലത്തെ ടെക്നിക്ക്. അപ്പൊ അത് ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് പോവുക. പൗഡറിന്റെ ഇത് വെച്ചിട്ട് ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ഡാബ് ചെയ്ത് പോവുക. അപ്പൊ അതങ്ങ് സെറ്റ് ആയിട്ട് നിന്നോളണം. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാം. അതിന് നമ്മുടെ ഈ ലാഷിനോട് ചേർന്ന് ഇങ്ങനെ വരച്ചു പോയാൽ മതി. നമുക്ക് അതുപോലെ താഴെ ഒന്ന് വരച്ചു കൊടുക്കണം. താഴെ പ്ലെയിൻ ആയിട്ട് ഇടാൻ പറ്റത്തില്ല. താഴെ വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് തിക്നെസ് കുറച്ച് നല്ല ഭയങ്കര വീതി കുറച്ച് നമ്മൾ വരയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം. വരയ്ക്കാനായിട്ട് പാട് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പോയാൽ മതി. മീൻസ് ഇങ്ങനെ പതുക്കെ മീൻസ് ഈ ഡയറക്ഷനിൽ വെച്ച് പോവുക. നമുക്ക് ആവശ്യമുള്ള പിഗ്മെന്റേഷൻ ആയി കഴിഞ്ഞാൽ ആ തിക്നെസ്സിനെ ചേർത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് സെയിം ഇപ്പത്തെ ഐസിങ് ചെയ്യാവുന്നതാണ്. ചെയ്തിട്ട് വരാം. എന്റെ ചെറിയ നോസായതുകൊണ്ട് എന്റെ ബാക്കി ഇരിക്കുന്നില്ല, ഞാൻ പിന്നെ പ്രോഡക്റ്റ് മുക്കുന്നില്ല. അതിന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് പോകുന്നുണ്ട്. അത് നിങ്ങൾ കുളമാകുന്നുണ്ടെങ്കിൽ ചെയ്യാൻ നിൽക്കണ്ട. എനിക്ക് പിന്നെ ശീലമായതുകൊണ്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് കൈവച്ച് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പൊതുവെ ഇതുപോലത്തെ ചെറിയ നോസ് മലയാളികൾക്ക് കോമൺ അല്ല. അതുകൊണ്ട് ഇത് എല്ലാവർക്കും വേണ്ടി വരത്തില്ലേ, വീണ്ടും നമ്മുടെ നോസ് ഒന്ന് ശരിയാക്കി എടുക്കുക എന്നുള്ളൊരു പരിപാടി. എന്റെ നോസ് വ്യത്യസ്തമാണ് കാലപ്പം. കാരണം മലയാളിയൊക്കെ പൊതുവെ ഇച്ചിരി പ്രോമിനന്റ് നോസാണ് വരുന്നത്. എൻ്റെത് ബട്ടൺ നോസായി. പിന്നെ എനിക്ക് സെലീന ഗോമസിനെ കാണുമ്പോഴത്തേക്ക് വേണം സമാധാനം ഒന്ന്. ഓക്കെ, നമ്മുടെ ഈ ഐഷാഡോ
ഷാഡോ പാലറ്റിൽ ഒരു ലൈറ്റ് ഷെയ്ഡ് എടുക്കുക. കണ്ടില്ലേ, ഈ വിരലെടുക്കണ്ട, ഈ കുഞ്ഞു വിരലെടുത്തിട്ട് ഇന്നർ കോർണറിൽ ഇങ്ങനെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇച്ചിരി ഇച്ചിരി കണ്ടോ, വ്യത്യാസം അറിയുന്നില്ലേ? കണ്ടോ? ഇനി പുരുകത്തിൻ്റെ ഇവിടെ ഇച്ചിരി പ്ലേസ് ചെയ്യാൻ വേണ്ടി ചെറിയ വിരൽ യൂസ് ചെയ്യുക. അവിടെ മറ്റേ അല്ലാണ്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് മറ്റേ വേറെ ഏതെങ്കിലും വിരൽ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ നോസ്. ഞാനപ്പോൾ ഈ ഷെയ്ഡാണ് എടുത്തത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഈ ലൈറ്റ് ഷെയ്ഡ് ഉണ്ട്, ഈ ലൈറ്റ് ഷെയ്ഡ് ഉണ്ട്, നല്ല ഡീപ്പർ സ്കിൻ ഉണ്ടെങ്കിൽ ഈ ഷെയ്ഡ് ഉണ്ട്. ഇത്തിരി തിളക്കമുള്ള ഷിമ്മർ ഷെയ്ഡാണ് എടുക്കാനുള്ളത്. നല്ല ഫെയർ സ്കിൻ ടോൺ ഉള്ളവർക്ക് ഈ സിൽവർ കളർ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇവിടെ ഒരു ചെറിയ തിളക്കം വേണം, നമുക്ക് അതിനും ഇത് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഇങ്ങനെ 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 അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ വേണ്ട കുറച്ച്. നമുക്ക് വേണമെങ്കിൽ ചിന്നിലിട്ട് കൊടുക്കാം. ചിന്ന് താഴോട്ട് ഇത്തിരി ഉള്ളതുപോലെ കാണിക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇല്ല, നിങ്ങൾക്കത് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഇടാന്ന് കാണിച്ചിരുന്നതേ ഉള്ളൂ ഇങ്ങനെയൊക്കെ. അപ്പൊ ഇത്രയും വെച്ചിട്ട് നമ്മുടെ 1500 വരുന്ന മേക്കപ്പ് ലുക്ക് കഴിഞ്ഞിട്ടില്ല. ലിപ്സ്റ്റിക് ഇടാനുണ്ട്. അപ്പൊ അതിന് ഒരു കാര്യം കൂടെ പറയുന്നത്, ഐലാഷ് കളർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കേളി കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കളർ ഉണ്ട് അത് വെച്ചൊന്ന് കേളി ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമ്മുടെ ലാഷ് നിൽക്കും. അപ്പൊ നമുക്ക് ഈ ലിപ്സ്റ്റിക് ഇടാം. ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഹൈഡ്രേഷൻ എക്സ്ട്രാ നിൽക്കത്തില്ല, നമുക്ക് ഇങ്ങനെ തുടച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ലാസ്റ്റ് ചെയ്യുന്നത് കുറയും. അപ്പൊ ഞാനിത് ഒരു ന്യൂഡ് ഷെയ്ഡിനോട്ട് പോവാണ്. നല്ല ലൈറ്റ് ഷെയ്ഡ് ഉണ്ട്, അപ്പൊ അതിന്റെ താഴെയുള്ള ഷെയ്ഡ് എടുക്കുന്നുണ്ട്. ഞാൻ റൗണ്ടിഷ് ന്യൂഡ് എടുക്കുന്നുണ്ട്. കണ്ടോ ഈ ഷെയ്ഡ്. അത് ഞാൻ ലിബം തുടച്ചിട്ട് ആ പിങ്ക് ടിന്റെ അവിടെ നിൽക്കുന്നു. നോക്കേ, ആദ്യമായിട്ട് ഇടുമ്പോഴത്തേക്ക് ഇത്ര പിഗ്മെന്റേഷൻ വേണം തോന്നെങ്കിൽ നമുക്ക് കുറച്ചെടുത്ത് ഡാബ് ചെയ്ത് കളയാം. എനിക്ക് ഇത്ര പിഗ്മെന്റേഷൻ ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സുകളെല്ലാം ഞാനിപ്പോൾ കാണിച്ച എല്ലാ പ്രൊഡക്ട്സും തന്നെ സ്കിൻ കെയർ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്ക് അനുസരിച്ച് മാറാവുന്നതാണ്. ബാക്കി മേക്കപ്പ് പ്രൊഡക്ട്സ് എല്ലാം നിങ്ങൾക്ക് സുഖമായിട്ട് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്നതാണ് ബിഗിനേഴ്സിന് എന്ന രീതിയിൽ. ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ആദ്യമായിട്ട് ട്രൈ ചെയ്യുമ്പോഴത്തേക്കും ട്രൈ ചെയ്ത് പഠിക്കാനും കാര്യങ്ങളൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പൊട്ട് വയ്ക്കാം, ഇയറിംഗ്സ് ഇടാം, ചെറിയ എന്തെങ്കിലും ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് ഞാൻ വരാം. അപ്പോൾ ഇതാണ് 1500 രൂപ ചിലവാക്കിയിട്ടുള്ള മേക്കപ്പ് ലുക്ക്. സ്കിൻ കെയർ എല്ലാം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ പ്രൈസ് MRP നോക്കാണ്ടുള്ള പ്രൈസ് കൂടി ജസ്റ്റ് നോക്കിയിട്ട് ഇട്ടിട്ടുണ്ടാവും പറ്റുന്നുണ്ടെങ്കിൽ. കൂടാണ്ട് ചിലതിന്റെ ആൾട്ടർനേറ്റീവ്സ് ലിങ്ക് താഴെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആയി. കീപ്സ് സ്മെല്ലിംഗ്, ബി ഹാപ്പി, ബൈ.